നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണും. കാരണം നമ്മൾ രാവിലെ എണീറ്റാൽ രാത്രി നെറ്റൊന്ന് ഓഫാക്കിയില്ലെങ്കിൽ രാവിലെ എണീറ്റാലും, അല്ലെങ്കിൽ നെറ്റ് ഓഫാക്കി രാവിലെ എണീറ്റ് നെറ്റ് ഓൺ ചെയ്താലും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണും. ഈ നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ നോക്കാൻ സമയം കിട്ടില്ല. നമ്മളങ്ങ് ഓൾ ക്ലിയർ അടിക്കും. ഓൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കോഡുകളോ മറ്റോ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മളറിയാതെ ക്ലിയർ ചെയ്ത് കളഞ്ഞാലും നമ്മുടെ ഫോൺ അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം എവിടെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മളറിയാതെ ക്ലിയർ ചെയ്ത് കളഞ്ഞ നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മുടെ ഫോണിനകത്തുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെറ്റിങ്സ്. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണും. നിങ്ങളൊക്കെ ഫോണിലുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം മോർ സെറ്റിങ്സ് എന്നുള്ള ഒരു സെറ്റിങ്സ് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ മോർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ഭാഗം കാണും. ഇതെൻ്റെ ഫോണിൽ ഓൾറെഡി ഇവിടെ ഓഫാണ്. നിങ്ങളുടെ ഫോണിൽ ഓഫാണെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്ത് ഇത് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരിക. ഇനി നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിൽ ഏത് നോട്ടിഫിക്കേഷൻസ് വന്നാലും നിങ്ങളറിയാതെ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് അതേ സെറ്റിങ്സിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ്റെ സ്റ്റാറ്റസ് ബാർ ക്ലിക്ക് ചെയ്ത് ഇവിടെ മോർ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഭാഗത്ത് വന്നാൽ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ്റെ മൊത്തം ലിസ്റ്റ് ഞാനിപ്പോൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്നുമില്ല. ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നാൽ നമുക്കത് കാണാമായിരുന്നു. പക്ഷേ നോട്ടിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേതാണ് നോട്ടിഫിക്കേഷൻ. യൂട്യൂബിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നേരെ യൂട്യൂബിലേക്ക് പോകാനും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജ് ആണെങ്കിൽ അവിടെ വെച്ച് വായിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്താൽ പേടിക്കേണ്ട, ഇവിടെ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.